രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന പ്രതിഷേധത്തിന് താൻ എതിരല്ലായത് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാർ. ഈ പ്രതിഷേധത്തിന്റെ കാരണം തനിക്കറിയാം. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്നും സർക്കാർ ഉടൻ തന്നെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ദിയ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രാണികളെ പിന്തുണയ്ക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ തന്നെയും കുടുംബത്തെയും നട്ടലില്ലാത്തവർ എന്ന് വിളിക്കുന്നത് ക്രൂരതയാണ്. ഇത്തരം വിവാദങ്ങളിൽ നിന്ന് തന്നെയും കുടുംബത്തെയും ഒഴിവാക്കണമെന്നും ദിയയുടെ സാമൂഹ്യ മാധ്യമ കുറിപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ ദിയയുടെ ഇന്നലെ കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മറുപടിയായിട്ടാണ് പുള്ളിക്കാരി വന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇൻസ്റ്റയിൽ ഇന്നലെ സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി നിങ്ങൾ സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുകയല്ലായിരുന്നു ചെയ്തത്. എനിക്കങ്ങനെ അത് ഫീൽ ചെയ്യുന്നത്. ഞാൻ ആദ്യം ആ ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഇത്രമാത്രം എല്ലായിടത്തും ഈ പറഞ്ഞ ദിയയുടെ വീഡിയോസാണ്. ദിയ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഞാൻ അനന്തുചേട്ടൻ്റെ വീഡിയോ കാണുന്നത്. അതിനകത്ത് പുള്ളി കറക്റ്റ് വിവരം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതി എന്താ പറയുക, വറുത്തെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയായിരുന്നു. അതെന്തായാലും വേറെ ആർക്ക് പറഞ്ഞാലും ഈ പറയുന്ന ദിയയ്ക്ക് കൊള്ളത്തില്ല. അത് ഒരാൾ പറഞ്ഞാൽ മാത്രമേ ശരിക്കും കൊള്ളത്തുള്ളൂ. അത് മറ്റാരുമില്ല. അനന്തുചേട്ടൻ പറഞ്ഞാലേ അത് കൊള്ളത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും പറയുന്ന കേസ് കേട്ടാണ്. 2 വർഷം മുമ്പ് അറിയാമല്ലോ, ആ സ്ഥാപനത്തിന്റെ കണക്ക് ഉൾപ്പെടെ വരെ അയാൾ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തതാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചാക്കി. എല്ലാവർക്കും പറയുന്ന കേസ് കേട്ടുകളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും പുള്ളി പറഞ്ഞ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കണം. ഇപ്പം സംഭവം പിന്നെയും കയറി എയറിലാവുമെന്ന് മേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാർ വന്നിട്ട് നൈസായിട്ട് അങ്ങ് പ്ലേറ്റ് തിരിച്ചത്. അങ്ങനെ വരൂ. നിങ്ങൾ ആ കുണയെ കാണിക്കൂ, ചാണകത്തിന്റെ കുണം നല്ല രീതിയിൽ കാണിക്കുകയും ചെയ്യും. എന്തായാലും ഇത് പുള്ളി തന്നെ പറയട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നീറ്റ് എക്സാം എഴുതിയ അവരുടെ അഭിപ്രായങ്ങൾ അവർ തന്നെ തുറന്ന് പറയട്ടെ. പല ആൾക്കാരും ഇത് വളച്ചൊടിച്ച് തിരിച്ചിപ്പോൾ വേറെ രീതിയിലൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എടാ, എങ്ങോട്ട് അത് പോകുന്നതെന്നാണ് ഞാൻ പോലും ആലോചിച്ച് പോയത്. പിന്നെ എനിക്ക് 2-3 ദിവസം കൊണ്ട് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതുമായിട്ട് അങ്ങ് പോയതാണ്. എന്നാലും നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും അനന്തുചേട്ടൻ പറയുന്ന എല്ലാവരും ഒന്ന് കേട്ടിട്ടോ. പുള്ളിയുടെ കൈ കിട്ടിയ പിന്നെ പുള്ളി വെറുതെ വിടുവോ? സ്ഥാപനങ്ങളുടെ മുഖം വലിച്ചു കീറാനുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ, ഈ കുട്ടികളുടെ പ്രൊട്ടസ്റ്റ് ഏത് തരത്തിലാണ് ഈ ചാണകം തലക്കി പിടിച്ച സംഘികൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ വ്യക്തമായി ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മുടെ KK ഫാമിലിയിലെ സന്തതിയായിട്ടുള്ള ദിയ കൃഷ്ണ ഇട്ട വീഡിയോ ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ അനന്തുചേട്ടനോട് തുറന്ന് പറയാം. പുള്ളിക്ക് ഒന്നാമത് തലയില്ല, മൂളയില്ല, ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ, ഇവരെ മലത്തി അടിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അത് നൈസായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ ഓഡിയൻസ് മൊത്തം തിരിയും എന്ന് മനസ്സിലായപ്പോഴത്തേക്ക്, അത് കാരണം അറിയാലോ, ഇവർക്ക് ബിസിനസ് ഒക്കെ ഉള്ളതാണ്. OBOC എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അതൊക്കെ നല്ല ഇടിവ് ഉണ്ടാവും. കൂടുതലും കയറുന്ന ആരാണ്? ഈ ചെറുപ്പക്കാർ പിള്ളേരാണ് കൂടുതലും കയറുന്നത്, സാധനം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് ഇടിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, വട്ടത്തിൽ 3G ആവും. അത് വേറെ കാര്യങ്ങൾ. ചേച്ചിക്ക് പിന്നെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ വന്ന് മാറ്റി പറഞ്ഞത്. ഇപ്പോൾ ഓൺലൈൻ മീഡിയസിലൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്രമാത്രം PR വർക്കർ അവർ കൊടുത്തിട്ടുണ്ടെന്ന്. കാരണം അവർക്ക് നെഗറ്റീവ് ഉണ്ടാവരുത്. അപ്പോൾ ഞാനൊരു വീഡിയോ വെച്ചുതരാം. എന്ന് വെച്ചിട്ട് നിങ്ങൾ മൊത്തമായിട്ട് കാണും. ഇനി ഞാൻ മിണ്ടത്തില്ലേ, ഷെയർ ചെയ്തേക്കാണ്. ഓക്കെ, ഇതിന് മുമ്പോ ഇതിന് ശേഷമോ ഈ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ കുട്ടികൾ അവിടെ തുരുതുരാൻ അടിയുള്ളതാണ്. അവിടെ ഒന്നും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തേക്കാണ്. മഹേഷ് എന്ന് പറയുന്ന ഒരു പുള്ളി ഇട്ടെങ്കിലും പോസ്റ്റ് ഷെയർ ചെയ്തേക്കാണ്. ഇഫ് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് അബൌട്ട് ദ നീറ്റ് പേപ്പർ ലീക്ക്, വൈ ആർ പ്രൊട്ടസ്റ്റേഴ്സ് ക്യാരിങ് ഔറംഗസീബ് ഫോട്ടോ എന്ന് വെച്ചേക്കുന്ന ഒരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിയ ഒരു റീല് പുള്ളിക്കാരത്ത് ഷെയർ ചെയ്തേക്കാണ്. ഈ റീല് ഞാൻ വെക്കാം. വീഡിയോ എടുക്കുകയാണെങ്കിലും ഈ വണ്ടി ഓടിച്ചു പോകുന്നവൻ ഔറംഗസീബിന്റെ ഫോട്ടോയും തൂക്കി പിടിച്ചോണ്ട് ഒരുത്തൻ ആ പ്രൊട്ടസ്റ്റിനകത്തോടെ നടന്നു വരുന്നത് കാണുകയാണ്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ. വണ്ടി ഓടിച്ചവനെ ഇറങ്ങി ആ ഫോട്ടോ മേടിച്ചിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ വീഡിയോയുടെ ഏറ്റവും അവസാനം വളരെ വ്യക്തമായിട്ട് ഈ പുള്ളി പറയുന്നുണ്ട്, നരേന്ദ്രമോദി കാ ഫോട്ടോ ഹേ എന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ടും സ്റ്റിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഈ ഒരു വീഡിയോ വൈറലാക്കിയിരിക്കുകയാണ്. ഇതിന്റെ അടി വന്നേക്കുന്ന കമന്റ്സ് ഈ സ്റ്റുഡൻസിനെ എതിർത്ത് അല്ലെങ്കിൽ ഇവരുടെ പ്രൊട്ടസ്റ്റിനെ എതിർത്തിട്ടുള്ള കമന്റ്സ് ആണ്. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കമന്റ്സ് ആണ്. ഇപ്പൊ ഈ ഷോ കാണിച്ചവരെ സപ്പോർട്ട് ചെയ്യുന്നിട്ടുള്ള കമന്റ്സ് ആണ്. ഇതൊരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കി ഇവര് ഈ കുട്ടികൾ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതിനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സോക്കാൾഡ് ഇൻഫ്ലുവൻസർ കം സെലിബ്രിറ്റി എടുത്തു വെച്ച് ഷെയർ ചെയ്തേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്ക് എത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഉണ്ട്, യൂട്യൂബിലാണെങ്കിലും അതുപോലെ 1 മില്യൺ ഉണ്ട്, ഫേസ്ബുക്കിലാണെങ്കിലും അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഫാമിലിക്ക് എല്ലാവർക്കും നല്ല രീതിയിലുണ്ട്. ഇതുപോലെ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ അടുത്തോട്ട് എത്തത്തില്ലേ?
ആണോ അല്ലയോ? അവിടെ ഈ സംഭവം തിരിച്ചുവിടാനല്ലേ നോക്കുന്നത്? അത് കറക്റ്റായിട്ട് പുള്ളിക്കാരൻ വന്നിട്ടങ്ങ് പ്രസൻറ്റ് ചെയ്ത് കള്ളം അങ്ങ് പൊളിച്ചടക്കി. അപ്പോഴത്തേക്ക് പുള്ളിക്ക് വീണ്ടും നെഗറ്റീവായി. ആണോ അല്ലയോ? അതിനാണ് ഇപ്പോഴത്തെ PR വർക്ക്. ഞങ്ങൾ പിള്ളേരുടെ കൂടെയാണ്, അങ്ങനെയാണ്, അത് ഓരോ മീഡിയകളിൽ വരുന്നത്. ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂസ് തുടക്കം വെച്ച് തന്നില്ലേ? തുടക്കം ഒരു ന്യൂസ് നിങ്ങൾക്ക് വെച്ച് തന്നില്ലേ? എന്തൊക്കെയാണ് ഇപ്പം നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം ദിയയ്ക്ക് വേണ്ടി ഈ ഒരു വിഷയത്തിൽ. കാരണം എങ്ങനെ പോയാലും കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ ഫാമിലി ഏറിപ്പോയ കൂട്ട് ഒരു മനുഷ്യരും ഏറിപ്പോയിട്ടില്ല. അത് കറക്റ്റായിട്ട് പുള്ളി അത് പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചത് പിന്നെയും വള്ളിയാവും എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പം പിള്ളേർക്ക് സപ്പോർട്ടായിട്ട് വരുന്നത്. കൊള്ളാം. ഷെയർ ചെയ്തതിന്റെ ഇന്റൻഷൻ ഞാൻ പറയാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്താണ് അതിന്റെ ഇന്റൻഷൻ എന്താണെന്ന്. കുടുംബപരമായി BJP-കാരാണല്ലോ, അപ്പൊ പിന്നെ ഇതെല്ലാം അപ്പുറം കാണിക്കും. സ്വാഭാവികമായും അകത്തും പുറത്തും ചാണകം. എനിക്ക് സത്യത്തിൽ ഇവരെ ചാണകം എന്ന് വിളിക്കുന്നത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. കാര്യം ചാണകത്തിന് കുറച്ച് ഗുണങ്ങളുണ്ട്. അത് തെങ്ങിന്റെ മൂട്ടിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു വളമായി മാറും. അങ്ങനെ ഒരു ഗുണം ചാണകത്തിനുണ്ട്. പക്ഷെ നമ്മൾ ഈ കപ്പയ്ക്ക് നല്ല ഏട്ടാ ഉള്ളാരും പറയില്ല, പെട്ടെന്ന് കളിക്കും. കാണുന്ന ചാണകങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണം പോലും ഇല്ല. അതുകൊണ്ട് ഇവരെ ചാണകം എന്ന് വിളിക്കാൻ എനിക്ക് തോന്നണില്ല, സീരിയസ്ലി. ഇനി ഈ ഫോട്ടോയിലോട്ട് വരാം. ഇവര് ഔറംഗസീബിന്റെ ഫോട്ടോ ഈ പ്രതിഷേധക്കാർ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് റീലിൽ ഷെയർ ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് ഔറംഗസീബിന്റെ ഫോട്ടോ പൊക്കി പിടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായി? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഓരോ പ്രതിഷേധം എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഫോട്ടോ, ഇപ്പൊ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ ഭഗത് സിംഗിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വരും, പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിനൊക്കെ ഒരു മീനിങ് ഉള്ളതാണ്. ഗാന്ധിജിയുടെ ചിത്രമാണെങ്കിൽ നമുക്ക് ഇതൊരു അഹിംസാപരമായിട്ടുള്ള സ്ട്രൈക്ക് ആണെന്ന് മനസ്സിലാക്കാം, അക്രമമല്ല അവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം. ഡോക്ടർ അംബേദ്കറിന്റെ ആണെങ്കിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ളത്, ചെഗുവേരയുടെ ആണെങ്കിൽ ഇതൊരു വിപ്ലവമാണ്. അങ്ങനെ പലതരത്തിലുള്ള മെസ്സേജ് ഓരോ വ്യക്തികളുടെ ഓരോ പേഴ്സണാലിറ്റീസിന്റെ ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഔറംഗസീബിന്റെ ഫോട്ടോ പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ഷരം തെറ്റാതെ പറയാം ഇൻഫ്ലുവൻസർ എന്നും ഇങ്ങനെയുള്ള കാര്യം പറയാമല്ലോ പുള്ളീനെയൊക്കെ. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഫാമിലി വ്ളോഗും റംബൂട്ടാനും ഒക്കെ ആയിട്ട് വന്ന് നിങ്ങളെപ്പോലുള്ള കുറേ പാവങ്ങളെ എങ്ങനെയൊക്കെ പിടിയാന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ പ്രൊമോഷനും അതും ഇതും ഒക്കെ അപ്പച്ചട്ടി അമ്മൂമ്മയുടെ ഈ പറയുന്നോട്ട് ഗ്യാസ് സ്റ്റവും ഇതുപോലുള്ള കുടുംബസഹിതമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഫേക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്യും. നിങ്ങൾ ഇവരുടെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് വീഴുകയും ചെയ്യും. പക്ഷേ കണ്ടില്ലേ, ഇവർക്ക് തന്നെ ഇപ്പം ദിയ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ദിയ ഇടുന്ന ഒരു പോസ്റ്റ് ശരിയാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പം ചേട്ടൻ അത് കറക്റ്റായിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഇത് എങ്ങനെ ഒരു മനുഷ്യൻ്റെ മൂള തിരിക്കാമെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 10 ദിവസം ഇപ്പോൾ ഇത്രയും BJP കുറ്റം പറയുന്ന വ്യക്തി, ഞാൻ 10 ദിവസം ക്ലാസ്സിൽ പോയി എങ്ങനെ ഇരുന്നാൽ നമ്മളെ വരെ അവർ മാനിപ്പുലേറ്റ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? കൊള്ളാം. എന്തായാലും എനിക്ക് ദിയയുടെ കാര്യത്തിൽ ആ കഷ്ടം തോന്നുമോ വന്നിട്ട് ഇപ്പോൾ കണ്ടില്ല മാറ്റി പറയാൻ നോക്കുന്നത്. ഇതിപ്പോൾ പുള്ളിക്കാരുടെ ബിസിനസ്സിൽ നല്ല രീതി ഇതുകൊണ്ടാവും. അതിനുവേണ്ടി തന്നെയാണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ വന്നിട്ട് PR വർക്കും പുള്ളി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത്. അതിന് ബാക്കി കൂടെ വെക്കാം. ചേട്ടൻ പറ. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്തുള്ള ഇദ്ദേഹം ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളുമായിട്ടാണ് ആളുകൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം സാധാരണ ഒരു ചരിത്ര പുരുഷനായിരുന്നില്ല, വളരെയധികം വിവാദപരമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പല ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടുണ്ട്, അത് പിടിച്ചടക്കിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് ജിസ്യ എന്ന് പറയുന്ന ഒരു നികുതി ഇദ്ദേഹം ഏർപ്പെടുത്തി. 9ാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള ഗുരു തേഗ് ബഹദൂറിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു. ഇദ്ദേഹത്തിന്റെ ചില മതനയങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പല മതങ്ങളെയും വളരെ മോശമായിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കന്നന്തിരിവ് കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ ഔറംഗസീബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ ഇദ്ദേഹത്തെ ഒരു മതപീഡകനായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ പിക്ക് ഒരു പ്രൊട്ടസ്റ്റിനിടയിൽ ഒരു വ്യക്തി, ഒരു വിദ്യാർത്ഥി പൊക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊടുക്കുന്നത്. അതാണ് ഇവർ കൊടുക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഇതിന്റെ കോമഡി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന പിക്ക് ഔറംഗസീബിന്റെ അല്ല, മോദിയുടെ പിക്കാണ്. ഔറംഗസീബിന്റെ അത് നമുക്ക് മനസ്സിലാവും, ദിയമൊക്കെ അതൊക്കെ മനസ്സിലാവോ? ഗെറ്റപ്പ് വെച്ച മോദിയുടെ ഫേസ് വെട്ടിയൊട്ടിച്ച മോദിയുടെ പിക്കാണ് പൊക്കി പിടിച്ചിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത്? ഇത് ഔറംഗസീബിന്റെ പിക്കാണ്. ഇവരുടെ ഉദ്ദേശം നീതി പരീക്ഷയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇവരുടെ ഉദ്ദേശം മറ്റേതാണ്. ഇവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്തലാണ്, അവർക്കെതിരെയുള്ള സമരമാണ് എന്നൊരു നറേഷനാണ് ഇവർ ഇതിനകത്തൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെയാണ് നമ്മുടെ KK ഫാമിലിയിലെ ദിയ കൃഷ്ണമോള് ഷെയർ ചെയ്തിരിക്കുന്നത്. ഉള്ളിക്കിടക്കുന്ന ചാണകത്തിന്റെ എഫക്ട് ഓഫ് ദ ചാണകം മനസ്സിലായാലും ഇവരുടെ ഉദ്ദേശം എന്താണ്? നീറ്റ് എക്സാമോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ അവകാശങ്ങളോ ഒന്നുമല്ല ഈ ഒരു സമരത്തിന്റെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം മറ്റൊരു അജണ്ടയാണ്. അതിലോട്ട് വഴി തിരിച്ചു വിടുക, ഇതാണ് ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റീല്, ഈ ഒരു പർട്ടിക്കുലർ റീല് ഇത്രയും വൈറലാകുന്നത്, ഷെയർ ചെയ്യപ്പെടും. ഇതൊരു ടെക്നിക്കാണ്, ഇതൊരു പൊളിറ്റിക്കൽ ടെക്നിക്കാണ്. നറേറ്റീവ് ഷിഫ്റ്റ് എന്നാണ് ഈ ഒരു ടെക്നിക്കിനെ പറയുന്നത്. ഇനി ആ പിക്ക് നിങ്ങൾ കാണും, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതാണ് ആ ഇമേജ്. ആ പിക്ക് പേടിക്കാൻ വേണ്ടി പോവാണ്, വളരെ ബ്ലർഡ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു ഇമേജ്, ഈ ബ്ലർഡ് ആയിട്ടുള്ള ഈ ഒരു സാധനം നിങ്ങളുടെ മനസ്സിൽ വെച്ചോ. ഇവിടെ ഒരു വൈറ്റ് താടി കാണാൻ പറ്റുന്നതാണ്. ഇതിന്റെ താഴെ ഒരു സാധനം എന്തോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഊഹിച്ചു വെച്ചോ. കാര്യം ഇതിന്റെ ഒറിജിനൽ പിക്ക് വരുമ്പോൾ, ഇതിന്റെ ഒറിജിനൽ പിക്ക് കാണിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള പിക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത് ഔറംഗസീബിന്റെതാണെന്നാണ് ഇത് ഷെയർ ചെയ്ത ആൾക്കാരുടെ ഒക്കെ വാദം. അതൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒറിജിനൽ പിക്ക് കാണിതാണ്. ഈ സാധനമാണ് ആ പ്രൊട്ടസ്റ്റിൽ അവർ യൂസ് ചെയ്തേക്കുന്നത്.
നരേന്ദ്രമോദിയാണ്. പുള്ളിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനെയാണ് ഇവർ ഔറംഗസീബിന്റെ പടം ഈ ഒരു സമരത്തിനകത്ത് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് കാണിക്കുന്നത്. നേരത്തെ ആ പിക്കിനകത്ത് കണ്ട പോലാണ് താഴെ ഒരു വൈറ്റ് ഫോട്ടോ ഉണ്ട്, അതിനകത്ത് കണ്ട ഒരു വാചകം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, വൈറ്റ് താടി. ഇതേ സാധനം തന്നെയാണ് മറ്റേടോ കണ്ടത്. കണ്ടില്ലേ? ഇങ്ങനെ പലതരത്തിലുള്ള പിക്കുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ട് താഴെയാണ് ഇത് നരേന്ദ്രമോദിയാണ്, ഇവിടെ നരേന്ദ്രമോദിയാണ്. ഇത് ഒരുപാട് മീമും കാര്യങ്ങളും ഒക്കെ അവർ നരേന്ദ്രമോദിയെ പറ്റിയാണ് ഒരു ഫോട്ടോ വെച്ചേക്കുന്നത്, അല്ലാതെ ഔറംഗസീബിന്റെ ഫോട്ടോ അല്ല വെച്ചേക്കുന്നത്. ഇതിനെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംഘ ടീൽസ്, ചാണകം ടീൽസ്. ഇതോടൊപ്പം അംബേദ്കറിന്റെ ഫോട്ടോയെ അവർ തൂക്കി പിടിച്ച് നടക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല ആർക്കും. കാണണ്ടേ? കണ്ടില്ലേ? അതൊന്നും ആർക്കും കാണണ്ട. പക്ഷെ ഔറംഗസീബിന്റെ കൂട്ട് അത് പ്രശ്നമാണ് കേട്ടോ. എവിടെ എന്ത് വെച്ചിട്ട് ഇവരെ തകർക്കാം, ഇവർക്ക് വേറൊരു അജണ്ടയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. മര്യാദയ്ക്ക് സമാധാനപരമായിട്ട് നടത്തുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് മതം കലർത്താനുള്ള പരിപാടി സ്ഥിരം. പിന്നെ അതുപോലെ തന്നെ കുറേ അവന്മാർ പോലീസാണെന്നും പറഞ്ഞിട്ട് ഈ കമ്മലൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പിള്ളേർ ഒരുപാട് എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പിള്ളേർ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നൊന്നുമല്ല, അവന്മാരും പോലീസ് ജീപ്പ് അതും ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അവന്മാർ ഫയർ ആയിട്ടുണ്ട്. കാരണം ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം, ബംഗ്ലാദേശിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ? എല്ലാം കൂടെ കയറി അവിടുത്തെ ഗവൺമെന്റിനെ കയറി ഇങ്ങനെ പഞ്ഞിക്കിട്ടത് അങ്ങനെ പലയിടത്തും ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ. ഇന്ത്യയിൽ മാത്രം അത് നടക്കാതിരിക്കട്ടെ എൻ്റെ ദൈവമേ. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, നമ്മുടെ രാജ്യം ഇപ്പോൾ ഭയങ്കര ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ദിയയുടെ അക്കൗണ്ടിലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പം അനന്ത് ചേട്ടൻ കറക്റ്റായിട്ട് വന്നിട്ട് കാര്യങ്ങളോടെ പ്രസൻറ്റ് ചെയ്തു, കറക്റ്റായിട്ട് പുള്ളി അത് പ്രസൻറ്റ് ചെയ്തു. ഇല്ലെങ്കിൽ എത്ര ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടാനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി പറ, ഇവരെയൊക്കെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുമോ? എന്ത് ഇൻഫ്ലുവൻസർ? ഓക്കെ, കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ജനങ്ങൾ പറയണം, കറക്റ്റായിട്ടുള്ള മറുപടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.